ഭയങ്കര എളുപ്പമായിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോയ റൈസിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടാലോ. കമൺ ഗായ്സ്, ലെറ്റ്സ് മേക്ക് സോയ റൈസ്. അതിന് വേണ്ടിയിട്ട് ആദ്യം സോയ എടുക്കുക, അതിൽ ചൂടുവെള്ളത്തിലിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കുക. എന്നിട്ട് അതിൽ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം വേണം ദേ കാണുന്ന പോലെ ചിക്കൻ മസാല, അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ് ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിനെ മാറ്റി വെക്കുക. ഇനി ഇതിലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേർത്ത് കൊടുത്തിട്ട് അതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒന്നുകൂടെ മാറ്റി വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക, എണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന സോയ എടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒത്തിരി എണ്ണ ഒന്നും ഒഴിച്ച് അതിനെ വറുത്തെടുക്കണ്ട. ഈ കാണുന്ന പോലെ കുറച്ച് എണ്ണ മതിയാകും. ദെൻ അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് ഏകദേശം ഈ ഒരു പരുവമൊക്കെ ആയപ്പോഴത്തേക്കും ഞാനതിനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് അത് ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുക്കർ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചു. ഞാൻ ഈ റൈസ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. കാര്യം അതിൽ ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ കുക്കറിൽ ബട്ടർ ചേർത്ത് കൊടുക്കും ആദ്യം. ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കാൻ കാര്യം എൻ്റെ കയ്യിൽ ബട്ടർ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ടറിന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ് ഞാൻ. ഇതിലേക്ക് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ്. ഈ ഉള്ളി നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് ആണ് എടുക്കുന്നത്. കാര്യം ഇത് റൈസിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ളി വറുത്തെടുക്കുന്നത്. മസാലയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഉള്ളി അടുത്താണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ആൻഡ് ഇത് ഈ പരുവത്തിൽ നല്ല രീതിയിൽ വറുത്ത് ഇതിനെ ഞാൻ മാറ്റി വെച്ചതിന് ശേഷം അടുത്ത് കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുത്തിട്ടാണ് രണ്ടാമത് ഉള്ളി ചേർക്കുന്നത്. അതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാര്യം അത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേ കാണുന്ന പോലെ ഇതിൻ്റെ നടുക്കൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്കാണ് ജിഞ്ചർ ഗാർലിക് നമ്മൾ ചതച്ചതിൻ്റെ പേസ്റ്റ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ആ നടുക്ക് അപ്പോൾ എണ്ണ വന്ന് അടിയും. അപ്പോൾ അവിടെ തന്നെ ഇട്ട് അതിനെ ഫ്രൈ ചെയ്തിട്ട് പിന്നെ എല്ലാ ഉള്ളിയും കൂടെ ചേർത്ത് മിക്സാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറുന്ന വരയ്ക്കും നല്ല രീതിയിൽ നമ്മളതിനെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ ചിക്കൻ മസാല, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ഗരം മസാല. ഇതൊക്കെ എൻ്റെ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതായത് എരിവിൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ മുളക് പൊടിയും ചിക്കൻ മസാല എന്തായാലും ഒരു ടേബിൾ സ്പൂണും ബാക്കി രണ്ടും ഒരു ടീസ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ മസാല നല്ല രീതിയിൽ ഇളക്കണം. നല്ല രീതിയിൽ ഇളക്കി ഇതിൻ്റെ ആ സ്മെല്ലൊക്കെ മാറി, ആ റോ സ്മെല്ല് മാറി നല്ല രീതിയിൽ ഫ്രൈ ആവുന്നൊരു പരുവത്തിന്. അങ്ങനെ എത്തുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ഈ മസാലയൊക്കെ പിടിച്ച് ആ ഗ്രേവി ടൈപ്പ് ആവുന്ന വരയ്ക്കും വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതിനെ തിളപ്പിക്കാൻ വിടണം. അപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കും അതൊന്ന് കുറുകി ഒരു ഗ്രേവി ടൈപ്പ് ആകുമ്പോഴത്തേക്കും ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച സോയ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സോയ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല, അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയായിരുന്നു. എങ്കിൽ കുറച്ച് ക്രിസ്പിനെസ് ആയിട്ട് കഴിക്കാമായിരുന്നു. ഞാൻ ഇപ്പോഴേ ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ആ മസാല ഇതിൽ പിടിക്കട്ടെന്ന് ഓർത്തിട്ടാണ്. പക്ഷെ അല്ലാണ്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ സോയ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റൈസ് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് വെള്ളം ഈ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൽ കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞ് വെച്ചത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാര്യം വേറെ വെജിറ്റബിൾസ് ഒന്നും കയ്യിലില്ലായിരുന്നു, ഉണ്ടായിരുന്നത് ക്യാരറ്റ് മാത്രമായിരുന്നു. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മല്ലിയിലയും രമ്പ ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതുകൂടെ ഇട്ട് കൊടുത്തിട്ടാണ് നല്ല രീതിയിൽ മിക്സ് ചെയ്തത്. എന്നിട്ട് ഈ വെള്ളം തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് ഉപ്പ് നോക്കുന്നത്. ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ മസാലയിലും സോയയിലും ഒക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട്, അതായത് അരിയൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കി കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ എടുത്തതിനെ അടച്ചു. കറക്റ്റ് 3 വിസിൽ കേൾക്കുന്ന വരെയാണ് വെച്ചിരുന്നത്. കറക്റ്റ് 3 വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്തു. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് 3 വിസിൽ വരെ കേട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ അത് തണുത്തതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഓപ്പൺ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും അതുപോലെ റൈസൻസും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഓണിയനും കൂടെ ചേർത്ത് കൊടുത്തു. റൈസ് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തു. കറക്റ്റ് ഭാഗമായിരുന്നു, കറക്റ്റ് വേവിന് തന്നെ നമുക്ക് കിട്ടി. നല്ല മോയ്സ്ചറായിരുന്നു റൈസ് വന്നിട്ട്, നല്ല ഡ്രൈ ഒന്നും ആയിരുന്നില്ല. നല്ല കറക്റ്റ് വേവിന് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുക്കറിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ കറക്റ്റായിട്ട് തന്നെ വന്നു, അതെൻ്റെ ഭാഗ്യം. അപ്പോൾ ഈ ഒരു പരുവത്തിൻ്റെ റൈസ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട. എന്നിരുന്നാലും കുറച്ച് സാലഡും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.